മാപ്രകൾ തമ്മിൽ അടി തുടങ്ങിയിരിക്കുകയാണ്. പിണറായി വിജയന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ചില പ്രഖ്യാപനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നടത്തി. അതിനിടയിൽ ഇവിടെ ഒരു തമ്മിൽ തല്ല് നമ്മൾ കാണുന്നുണ്ട്. മാപ്രകള് അങ്ങോട്ടും ഇങ്ങോട്ടും അടി തുടങ്ങിയിരിക്കുകയാണ്. ഇത്രയും കാലം കേരളത്തിലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന പല ആളുകളെയും പിച്ചു ചീന്തുവാനും അകാരണമായിട്ട് വേട്ടയാടുവാനും മുന്നിൽ നിന്ന് നയിച്ചവര് ഇപ്പൊ തമ്മിൽ അടി തുടങ്ങിയിരിക്കുകയാണ്. ആദ്യം അടി തുടങ്ങിയിരിക്കുന്നത് ആദ്യ ഗോൾ അടിച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനാണ്. രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞാൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അതോടൊപ്പം തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മുതലാളിയുമാണ്. ഈ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മുതലാളി റിപ്പോർട്ടർ TVക്കാണ് ആദ്യം ഒരു ഡിഫേമേഷൻ ഫയൽ ചെയ്തിരിക്കുന്നത്, ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. റിപ്പോർട്ടർ TV മാപ്പ് പറയണം, 100 കോടി രൂപയുടെ മാനനഷ്ട കേസ് നൽകണം. മാനനഷ്ട കേസ് നൽകി രാജീവ് ചന്ദ്രശേഖരൻ. ആന്റോ അഗസ്റ്റിനടക്കം 9 പേർക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ TVക്കെതിരെ 100 കോടി രൂപയുടെ മാനനഷ്ട കേസ് നൽകി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ. റിപ്പോർട്ടർ ഉടമ ആന്റോ അഗസ്റ്റിൻ, കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺ കുമാർ, കോർഡിനേറ്റിംഗ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാട്, ന്യൂസ് കോർഡിനേറ്റർ ജിമ്മി ജെയിംസ്, തിരുവനന്തപുരം ബ്യൂറോ ചീഫ് TV പ്രസാദ് എന്നിവരടക്കം 9 പേർക്കെതിരെയാണ് കേസ്. സുജയ പാർവതിയുടെ പേരും പറയുന്നുണ്ട് കേട്ടോ. സുജയ പാർവതിയുടെ പേര് പറയാതെ ഇരിക്കുന്നില്ല. സുജയ പാർവതി അടക്കമുള്ള 9 പേർക്കെതിരെയാണ് 100 കോടി രൂപ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. എന്താണ് കേസ്? എന്താന്ന്? രാജീവ് ചന്ദ്രശേഖരൻ കർണാടകയിലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരന് എന്ത് ചെയ്തു? ഭൂമി നൽകി. വാണിജ്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഭൂമി നൽകി. ആ ഭൂമി രാജീവ് ചന്ദ്രശേഖരൻ മറിച്ചു വിറ്റു എന്നാണ് പറയുന്നത്. അതും തുച്ഛ വിലക്ക് കർണാടക ഗവൺമെന്റ് നൽകിയ ഭൂമി 313 കോടി രൂപക്ക് രാജീവ് ചന്ദ്രശേഖരൻ മറിച്ചു വിറ്റു എന്നുള്ളതാണ് വാർത്ത. ആ വാർത്ത നൽകിയതിനാണ് ഇപ്പോ 100 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന അരുൺകുമാർ, സ്മൃതി പരുത്തിക്കാട്, ജിമ്മി ജെയിംസ്, അതുപോലെ TV പ്രസാദ്, അതുപോലെ സുജയ പാർവതി ഒക്കെ തുടങ്ങിയ 9 പേർക്ക് ആന്റോ അഗസ്റ്റിൻ മുമ്പിലുണ്ട് കേട്ടോ. ഒന്നാമൻ ആന്റോ അഗസ്റ്റിനാണ്. ഇവർക്കെതിരെ രാജീവ് ചന്ദ്രശേഖരൻ പരാതി പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞില്ല. അവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും റിപ്പോർട്ടർ TVയുടെ ആന്റോ അഗസ്റ്റിന്റെ വക തിരിച്ചൊരു പണി. 150 കോടി തരണം. 150 കോടി തരണം ഏഷ്യാനെറ്റിനും രാജീവ് ചന്ദ്രശേഖരനും. അതുപോലെ ഈ പറയുന്ന ഏഷ്യാനെറ്റിലെ ചില അംഗങ്ങൾക്കുമെതിരെ, റിപ്പോർട്ടർ TVക്കെതിരെ വ്യാജ വാർത്തകൾ നൽകിയ ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങളെ വിലക്കി കോടതി. ബംഗളൂരു പ്രിൻസിപ്പൽ സിറ്റി സിവിൽ കോടതിയുടെയാണ് നടപടി. വ്യാജ വാർത്തകൾക്കെതിരെ റിപ്പോർട്ടർ TV കോടതിയെ സമീപിക്കുകയായിരുന്നു. റിപ്പോർട്ടറിനെതിരെ വ്യാജ വാർത്ത നൽകരുതെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾക്ക് കോടതി ശക്തമായ ഭാഷയിൽ താക്കീത് നൽകി. ഇത് സംബന്ധിച്ച് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. റിപ്പോർട്ടറിന്റെ വിശ്വാസ്യത തകർക്കും വിധം വ്യാജ വാർത്തകൾ നൽകരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. വ്യാജ വാർത്തകൾ ഉടൻ നീക്കം ചെയ്യണം. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, X അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ നിന്ന് വാർത്തകൾ നീക്കം ചെയ്യണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഗൂഗിളിനും മെറ്റയ്ക്കും കോടതി നിർദ്ദേശം നൽകി. ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ റിപ്പോർട്ടർ TV മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ് ഉടമയും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ളവർക്കെതിരെ 150 കോടിയുടെ 150 കോടിയുടെ മാനനഷ്ട കേസാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. സിന്ധു സൂര്യകുമാർ, വിനു വി ജോൺ, PG സുരേഷ് കുമാർ, അഭിജോത് വർഗീസ്, അനൂപ് ബാലചന്ദ്രൻ, ജോഷി കുര്യൻ, അഖില നന്ദകുമാർ, ജെവിൻ ടുട്ടു, അശ്വിൻ വല്ലത്ത്, റോബിൻ മാത്യു അടക്കമുള്ളവർക്ക് കോടതി നോട്ടീസ് അയച്ചു എന്നാണ് പറയുന്നത്. ഇവർ പറയുന്ന വ്യാജ വാർത്ത എന്ന് പറയുന്നത് ലയണൽ മെസ്സി അടക്കമുള്ള അർജന്റീന ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ളവർ റിപ്പോർട്ടർ TVക്കെതിരെ നിരന്തരം വ്യാജ വാർത്ത നൽകിയത്. കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ അടക്കമുള്ള കൃത്യമായ വിശദീകരണം നൽകിയിട്ടും വ്യാജ വാർത്ത നൽകുന്നത് ഏഷ്യാനെറ്റ് അടക്കമുള്ളവർ തുടർന്നു. കലൂർ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ടും വ്യാജ വാർത്തകൾ ചമച്ചതോടെ റിപ്പോർട്ടർ TV നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു എന്ന് പറഞ്ഞാല് മാപ്രകള് തമ്മിൽ അടി തുടങ്ങിയിരിക്കുന്നു. ഇത് കാണുമ്പോ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നും, അല്ലേ? സന്തോഷിക്കണ്ടേ? പിന്നല്ലാതെ നമ്മൾ സന്തോഷിക്കില്ല, പിന്നെ ആരാ സന്തോഷിക്കുന്നത് ഈ കാര്യത്തില്? കാരണം ഇവര് പല ആളുകളെയും നിരന്തരമായി വേട്ടയാടുന്നത് കണ്ടപ്പോഴേ നമ്മൾ പരസ്പരം ചോദിച്ചതല്ലേ,
നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണക്കാരായ കേരളത്തിലെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചില്ലേ, ഇതാണോ മാധ്യമ പ്രവർത്തനമെന്ന്? ഇവര് മാധ്യമ പ്രവർത്തനമെന്നും മാധ്യമ സ്വാതന്ത്ര്യമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും സ്വകാര്യതയിലും അവന്റെയൊക്കെ അടുക്കളയിൽ പോലും ചെന്ന് കയറിക്കൊണ്ട് ഇവർ നടത്തിയ തെമ്മാടിത്തരങ്ങള് ഇപ്പോ ഇവർ തമ്മിൽ അടിയാണ്. അടിക്കട്ടെ, കത്തിക്കുത്തുണ്ടാവണം, ചാവണം, അല്ലേ? വേണമെന്നേ. എന്തിനാ ഇങ്ങനെ കുറെ എണ്ണം? നമ്മുടെ കേരളത്തിൽ എത്ര കോടി ജനങ്ങളുണ്ട്? 3.5 കോടി ജനങ്ങളുണ്ട്. ഈ 3.5 കോടി ജനങ്ങൾക്ക് ഇത്രയധികം വാർത്താ ചാനലുകളൊക്കെ വേണോ? വേണ്ടന്നേ. മനസ്സിലായില്ലേ? അപ്പോ ഇവര് തമ്മിൽ തല്ലട്ടെ, തമ്മിൽ തല്ലി തീരട്ടെ. ഇവര് 150 കോടിയോ 200 കോടിയോ 250 കോടിയോ 300 കോടിയോ എത്ര വേണമെങ്കിലും അതൊക്കെ നമുക്ക് വായിൽ തോന്നുന്ന പോലെ പറയാലോ, അല്ലേ? അപ്പോ അത് നടക്കട്ടെ അതിന്റെ വഴിക്ക്, അല്ലേ? അല്ലാതെ എന്ത് പറയാനാ? അപ്പോ അടികൾ തുടങ്ങട്ടെ. ഇങ്ങനെയൊന്നും പോരാ കേട്ടോ. നിങ്ങൾ എന്താക്കണം അറിയോ? നിങ്ങള് നല്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ എന്താ പറയേണ്ടത്, ബ്രോഡ്കാസ്റ്റ് സ്റ്റുഡിയോയിൽ കയറിക്കൊണ്ട് തല്ലി തകർത്തുകൊണ്ട് കത്തിക്കുത്ത് നടത്തിക്കൊണ്ടായിരിക്കണം നിങ്ങളുടെ പ്രതിഷേധം. അതല്ലാതെ ഈ പറയുന്ന കോടതിയിൽ പോയിട്ട് 150 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതിപ്പോൾ കിട്ടാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അടി നല്ല നാടൻ തല്ല് തന്നെ നടക്കട്ടെ. ഓക്കെ, അതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ ഗുണ്ടകളെയൊക്കെ അതിന് ഉപയോഗപ്പെടുത്താം. അത് അതിൻ്റെ രീതിയിൽ തന്നെ നടക്കട്ടെ, അടിപൊളിയായിട്ട് നടക്കട്ടെ കാര്യങ്ങൾ. ഓക്കെ, അതല്ലാതെ നിങ്ങളോടൊക്കെ ഞാൻ എന്താ പറയാൻ? എന്ത് പറയാനാ നിങ്ങളോട്? നിങ്ങൾ കുറെ കാലം സാധാരണക്കാരായിട്ടുള്ള പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളെയൊക്കെ വേട്ടയാടി നടക്കുമ്പോൾ നിങ്ങൾ ഇതേപോലെ തമ്മിൽ തല്ലുന്നത് കാണാൻ ഞങ്ങളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പം അതെന്തായാലും ആ കാര്യം, ആ ഒരു ആഗ്രഹം സഫലീകരിച്ചു എന്ന് തന്നെ പറയാം. ആ ഒരു ആഗ്രഹം പൂവണിഞ്ഞു. നിങ്ങളുടെ തമ്മിൽ തല്ല് കാണാൻ വല്ലാത്തൊരു ചേലുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് എനിക്കെതിരെ വ്യാജ വാർത്തകൾ നൽകി എന്നാണ്. എന്ന് പറഞ്ഞാല് താനുമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യം എൻ്റെ പേരിൽ വാർത്തയാക്കി പടച്ചു വിട്ടു എന്നാണ് പറയുന്നത്. അപ്പോ അത് വെച്ചിട്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇപ്പുറത്ത് റിപ്പോർട്ടർ ടിവിക്കാർ പറയുന്നു അങ്ങനെയല്ല കാര്യങ്ങള്. ഈ ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകാര് എന്ത് ചെയ്തു? ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോ അതിന് പാര വെച്ചു എന്നാണ് പറയുന്നത്. ഒരു പാര വെച്ചു എന്ന് പറയുന്നതിന് ഈ പറയുന്ന വാർത്തകൾ കൊടുക്കൽ മാത്രമല്ല കേട്ടോ. ഈ മെസ്സിക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് ഫിഫക്കും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും ഒക്കെ കേരളത്തിൽ നിന്ന് 100 കണക്കായ മെയിലുകളാണ് പോയിരിക്കുന്നത്. ഈ പറയുന്ന വീരപ്പന്റെ സാഹസങ്ങൾ വിവരിച്ചുകൊണ്ട് ആ വീരപ്പനാണ് നിങ്ങളുടെ സ്പോൺസർ എന്നുള്ള കാര്യം വിശദമാക്കിക്കൊണ്ട് കേരളത്തിൽ നിന്ന് 100 കണക്കായ മെയിലുകളാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും ഈ പറയുന്ന ഫിഫക്കും പോയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ആ പ്രതിഫലനത്തിലാണ് മെസ്സി വരാത്തത് എന്നാണ് ഈ പറയുന്ന ടീം വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോ 100 കോടി 150 കോടിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാല് 100 കോടി രൂപ മെസ്സിക്ക് കൊടുത്തു. പിന്നെ ഈ പറയുന്ന പ്രൊമോഷന് വേണ്ടിയിട്ടും അതുപോലെ സ്റ്റേഡിയം നവീകരിക്കാനൊക്കെ ആയിട്ട് കുറച്ച് കോടികൾ അങ്ങനെയും ചെലവായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് ഒരു 150 കോടി രൂപ ആര് കൊടുക്കണം? ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനും അതുപോലെ വിനു വി ജോണും ഒക്കെ അടങ്ങുന്ന സിന്ധു സൂര്യകുമാറും ഒക്കെ അടങ്ങുന്ന ഏഷ്യാനെറ്റിലെ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ അടങ്ങുന്ന സംഘം കൊടുക്കണമെന്നാണ് ആൻഡോ അഗസ്റ്റിന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബാംഗ്ലൂർ കോടതി പറഞ്ഞു അത്രേ, റിപ്പോർട്ടർ ടിവിക്കെതിരെ നിങ്ങൾ അല്ലെങ്കിൽ എതിരായിട്ട് നിങ്ങൾ നൽകിയിരിക്കുന്ന എല്ലാ വാർത്തകളും ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് കാണാം എവിടെ വരെ പോകും, എങ്ങനെ വരെ ആകും, എവിടെ വരെ എത്തും എന്നൊക്കെ. എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന മാപ്രകളുടെ ഈ ക്രിമിനൽ സംഘത്തിന്റെ അടി കാണുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കുളിര്, ഒരു രോമാഞ്ചം. അത് പറയുമ്പോൾ തന്നെ എനിക്കിവിടെ ഒരു രോമാഞ്ചം അതുണ്ട്, അത് അനുഭവിക്കുന്നുണ്ട്, അത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്.